യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ നീറ്റ് എക്സാമിന് നീറ്റ് 2024 വളരെ ഉയർന്ന സ്കോർ വാങ്ങിയ കഴിഞ്ഞ വർഷത്തെ സ്കോർ എത്രയായിരുന്നു? 569. അതാണ് ഇപ്രാവശ്യം 688ലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇല്ല. പാരന്റ്സ് ഏപ്പിന്റെ കൃത്യമായ ഒരു റൂള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം പേർക്കും കിട്ടും. ഹോസ്റ്റൽ ആവട്ടെ, ഫുഡ്, വൃത്തിന്റെ കാര്യം ഒക്കെ യൂണിവേഴ്സലിനെ ബെസ്റ്റ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ നീറ്റ് എക്സാമിന് നീറ്റ് 2024 വളരെ ഉയർന്ന സ്കോർ വാങ്ങിയ ഷാസിയ ഫിർദൌസ് ഹാഷ്മി. ഷാസിയുടെ പാരൻസും നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഷാസിയ പ്രിപ്പയർ ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നീറ്റ് എക്സാമിന് വേണ്ടി ചെയ്തിരുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ എക്സ്പീരിയൻസ്, അതിനുശേഷം ഇനി എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ട് മുന്നോട്ട് പോകേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഷാസിയോടും അവരുടെ ഫാമിലിയോടും ചോദിച്ചറിയാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഷാസിയുടെ പിതാവ് ഇബ്രാഹിം സാറ് മർക്കസുലുലും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർഡ് അധ്യാപകനാണ്. അതുപോലെ തന്നെ ടീച്ചർ ഹാജറുമ്മ ടീച്ചർ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഷാസിയ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു 3rd ടൈം റിപ്പീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. ഷാസിയുടെ എക്സ്പെക്റ്റഡ് സ്കോർ എത്രയാണ്? 688 ആണ് സ്കോർ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാനോ കുറയാനോ ഉള്ള സാധ്യതകൾ? ഓക്കെ, ഓൾമോസ്റ്റ് സെർട്ടൺ ആയിട്ട് തന്നെയാണ് ഷാസിയ പറയുന്നത്. 688 മാർക്ക് ഉണ്ടാവും. 720ൽ 688 എന്ന് പറയുന്ന വളരെ ഉയർന്ന, വളരെ നല്ല ഒരു സ്കോറാണ്. ഏതൊരു മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടാൻ, കേരളത്തിൽ തന്നെ ഏതൊരു മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യമാകുന്ന ഒരു സ്കോറാണ് നമ്മൾ പറയുന്ന 688. അപ്പോൾ ഈ നീറ്റ് എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സാം എഴുതിയപ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ, എളുപ്പമായിട്ട് തോന്നിയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ എക്സാം ഹാളിൽ ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് പറയാനുണ്ടോ? ഹാളിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ബയോളജി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യന് അതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ആയി. പക്ഷെ ഞാൻ ആദ്യത്തെ 4 ക്വസ്റ്റ്യന് വിട്ടിട്ട് 5ാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നീട് എഴുതിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, സിമ്പിളാണ്. ബയോളജിയാണ് ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ സിമ്പിളായിരുന്നു. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി ഭയങ്കര സിമ്പിൾ തന്നെ ആയിരുന്നു. പിന്നെ ഫിസിക്സ് ആണ് ഇത്തിരി മോഡറേറ്റ് ആയിട്ട് തോന്നിയത്. ഫിസിക്സ് കുറച്ച് ചെയ്യാല്ലേ പോലെ തോന്നി. ചില ക്വസ്റ്റ്യൻസ് വിട്ടും ചെയ്തു, കുറച്ച് ടഫ് ആയിട്ടും തോന്നി. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു ടോട്ടല്? 177 ക്വസ്റ്റ്യൻസ്. 177 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അതിലപ്പോൾ ലീവ് ചെയ്ത 3 ക്വസ്റ്റ്യൻസ്? 2 ബയോളജി, 2 ബയോളജി, ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ. സോ ഏതാണ് ഫിസിക്സിലെ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ? പ്രിസത്തിന്റെ ക്വസ്റ്റ്യൻ, ആറ്റംസിലെ ക്വസ്റ്റ്യൻ. ആറ്റംസിലെ ക്വസ്റ്റ്യൻ ആണ് ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ആറ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ആൻസർ കീയിൽ നമ്മൾ കൺഫ്യൂഷൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആക്ച്വലി ഷാസിയ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കീയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തായാലും ഷാസിയയുടെ സ്കോറിനെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ എന്ന് പറയുന്നത്, തുടക്കത്തിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ ബയോളജിയിൽ ആദ്യം വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്തു. പക്ഷേ ഒബ്വിയസ്ലി ആ ക്വസ്റ്റ്യൻസ് ഒരു 2ാം റൗണ്ടിലേക്ക് മാറ്റിവെച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആ മൊത്തം എക്സാമിനെ വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കരുത്. കാരണം തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ടഫ് ആവാം. ചിലപ്പോൾ മറ്റു സ്റ്റുഡൻസിന് തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതാവില്ല, കാരണം ഡിഫറൻറ്റ് കോഡുകൾ ഉള്ളതാണ് എക്സാമിന്. അപ്പോൾ തുടക്കത്തിലെ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് വായിക്കുന്നു അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവല് ഒരു എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവലായിട്ട് നമ്മൾ ഒരിക്കലും മാനസികമായിട്ട് നമ്മളത് തളർത്താൻ പാടില്ല എന്നതാണ് അതിന് മനസ്സിലാക്കേണ്ട ലെസൺ. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എന്ത് ഫീൽ ചെയ്തു? സിമ്പിൾ ആണ്. എഴുതി കഴിഞ്ഞോടുകൂടി അപ്പോൾ മനസ്സിലായി. അപ്പൊ തുടക്കത്തിലാണ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. ഫിസിക്സ് ഓഫ് കോഴ്സ് പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞേ? 2 ക്വസ്റ്റ്യൻ അല്ല, ഫിസിക്സിന്റെ ലെവൽ എന്ത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു? ഒരു മോഡറേറ്റ് ലെവൽ. ഫിസിക്സ് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തല്ലോ അങ്ങനെ തന്നെയാണ്. ഒരു 1-2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടാണ് ഫിസിക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഏത് കോൺഫിഡന്റ് ആയിരുന്നു, യാതൊരു പ്രയാസവും ഇല്ലാതെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ MBBS കയറാവുന്ന ഒരു സ്കോർ വരും എന്ന് ഉറപ്പിച്ചിട്ടാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്കോർക്ക് എത്താൻ ഇപ്പോൾ ഷാസിയയുടെ 3rd റിപ്പീറ്റ് ആണത് അല്ലേ? സോ +2ന്റെ കൂടെ കുറഞ്ഞ മാർക്ക് എങ്ങനെയായിരുന്നു? 200. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നോ +2ന്റെ കൂടെ? എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഓക്കെ, അതിനുശേഷം യൂണിവേഴ്സലിൽ എപ്പോഴാണ് വന്നത്? ഞാൻ റീറിപ്പീറ്റിനാണ് യൂണിവേഴ്സലിൽ വന്നത്. റീറിപ്പീറ്റ് അതായത് കഴിഞ്ഞ വർഷം ഷാസിയ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്കോർ എത്രയായിരുന്നു? 569. ഓക്കെ, അതാണ് ഇപ്രാവശ്യം 688ലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം എക്സാമിന്റെ കഴിഞ്ഞ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പാരന്റ്സ്
പാരന്റ്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടുന്നത്. ഇവള് ആദ്യമേ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം 569 എന്ന് പറയുന്നത് നല്ല സ്കോറാണ്. പക്ഷേ MBBS കിട്ടാനുള്ള ഒരു സ്കോർ അല്ല കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് തീരുമാനിച്ചു? നീ തന്നെ തീരുമാനിച്ചു ഓൾറെഡി? ഞാൻ തീരുമാനിച്ചില്ല, ഞാൻ മണിപ്പാട് ആദ്യം തന്നെ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യും, ഒന്നും കൂടെ ചെയ്യും, വേറെ ഒന്നിനും പോകില്ല. അതായത് MBBS കുറഞ്ഞ ഒന്നിനും, ഗവൺമെന്റ് MBBS കുറഞ്ഞ ഒന്നിനും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കൺവിൻസ്ഡ് ആയിരുന്നോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ ചേർക്കാന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് ഇവള് സമ്മതിച്ചില്ല, പിന്നെ എഴുതിട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അവസാനം ഇവളെ വാശിക്കനുസരിച്ച് അങ്ങ് വിട്ടുകൊടുത്തതാണ്. ഓക്കെ, എഫ് സാർ ഇതിൽ ഇടപെട്ടിരുന്ന? എഫ് സാർ എന്ത് പറഞ്ഞിരുന്നു? കൺവിൻസ് ചെയ്തത് എഫ് സാറാണ്. എഫ് സാർ എന്താ പറഞ്ഞു നിങ്ങളടുത്ത്? ഒന്നും കൂടെ ചെയ്യണം, ഓൾ ഉഷാറാവും എന്ന് പറഞ്ഞു. അതായത് എഫ് സാർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ടാവും. യൂഷ്വലി സാർ അങ്ങനെ പറയാറുണ്ട്. അതായത് സാർക്ക് കോൺഫിഡന്റ് ആയ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യുന്ന ഡ്യൂട്ടി ആക്ച്വലി ഇവരെക്കാളും കൂടുതൽ സാർ ഏറ്റെടുത്തോളും. അതായത് നിങ്ങൾക്കൊരു ഉറപ്പ്, നിങ്ങൾക്കൊരു സമാധാനത്തിൽ ഒരു ഉറപ്പ് തരിക എന്നുള്ളത് സാറ് സാധാരണ ചെയ്യാറുണ്ട്. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ടാവും കിട്ടും, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ആ ഒരു അതെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഈ പ്രിപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഇപ്പോൾ അതിന്റെ മുന്നത്തെ റിപ്പീറ്റ് സമയത്തും തേർഡ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നതും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് പ്രിപ്പറേഷനിൽ ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ അറ്റംപ്റ്റിന്റെ ഒരു പ്രിപ്പറേഷനും അതിന്റെ മുന്നത്തെ കാര്യങ്ങളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്? അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഒരു എക്സാമിനേഷനിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കുറെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടു തുടങ്ങി തന്നെ. ഓക്കെ, പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകാൻ പറ്റി. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിരുന്നു. പിന്നെ കഴിഞ്ഞല്ല എനിക്ക് പോയത് തന്നെ കെമിസ്ട്രിയാണ്. അപ്പൊ കെമിസ്ട്രിയിൽ ഞാൻ കുറെ ചാപ്റ്റേഴ്സ്, ഓർഗാനിക് ഒക്കെ മൊത്തം ഞാൻ വിട്ടിരുന്നു. ലാസ്റ്റിക്ക് എന്തെങ്കിലും ഒക്കെ ആക്കാന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ളൂ. ഇക്കൊല്ലം ഞാൻ കുറച്ചും കൂടി ഓർഗാനിക്കില് ബേസ് മുതൽ നല്ല ഉറപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് കെമിസ്ട്രിയിലെ കഴിഞ്ഞതിൽ നെഗറ്റീവ് ആയതും സ്കോർക്ക് എത്താൻ തന്നെ കാരണം കെമിസ്ട്രി അത്രയും നെഗറ്റീവ് ആണ്. 69 താഴാനുള്ള കാരണം കെമിസ്ട്രിയിലെ നെഗറ്റീവ് വന്നതായിരുന്നു. ഇപ്രാവശ്യം ഒറ്റ നെഗറ്റീവ് ഉള്ളൂ. എന്ന് വെച്ചാൽ കെമിസ്ട്രി 45 ക്വസ്റ്റ്യൻസിൽ 44 കറക്റ്റ്, ഒരു നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്തു. അതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കുറെ ചാപ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അതുകൂടാതെ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ ഒരു തരത്തിൽ അവഗണിച്ചിരുന്നു എങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ അവഗണിച്ചിട്ടില്ല. മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്ത് സബ്ജക്റ്റ് കെമിസ്ട്രിയും തറവാക്കിയതിന് ശേഷമാണ് എക്സാമിന് പോയത്. ഇതൊക്കെയാണ് ഡിഫറൻസസ്. ഈ അറ്റംപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ കാര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ലൈബ്രറി സൗകര്യം ഉപയോഗപ്പെടുത്തിയിരുന്നു? മെറ്റീരിയൽസ് ഏതൊക്കെയാ ഫോളോ ചെയ്തത്? മെറ്റീരിയൽസ് ഞാൻ ചാമ്പ്യന് ഫോളോ ചെയ്തിരുന്നു, MTGയുടെ ചാമ്പ്യന് ചെയ്തിരുന്നു. പിന്നെ ഇവിടുത്തെ തന്നെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതൊക്കെ ചെയ്തിരുന്നു. പിന്നെ DC പാണ്ട, ഓർഗാനിക് GRB കംപ്ലീറ്റ് യൂസ് ചെയ്തിരുന്നോ? കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഏത് ചാപ്റ്ററാ DC പാണ്ട യൂസ് ചെയ്തത്? ഫ്ലൂയിഡ്സ് ഒക്കെ ഞാൻ ചെയ്തു. DC പാണ്ടയാണ് യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ ഓർഗാനിക് GRB നോക്കിയിരുന്നു. അപ്പോ ഒരു സിംഗിൾ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പല പല ടോപ്പിക്കുകൾക്ക് അതിനാവശ്യമായ തരത്തിലുള്ള ബുക്കുകൾ ഇതൊക്കെ വാങ്ങിയാണോ ലൈബ്രറി യൂസ് ചെയ്തത്? ഒക്കെ ലൈബ്രറിയാണ് യൂസ് ചെയ്തത്. ഇവിടെ ഹോസ്റ്റലിലെ ലൈബ്രറി ആണോ ഇവിടുത്തെ ലൈബ്രറിയിൽ വന്നിരുന്നിട്ട് ചെയ്യും? ഓക്കെ, റെഫറൻസ് ആയിട്ടാണോ കൊണ്ടുപോയിട്ടാണോ? റെഫറൻസ് ആയിട്ട്. അപ്പൊ ലൈബ്രറിയിൽ വന്നിരുന്ന് ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. അതായത് ഡിഫറെന്റ് ടോപ്പിക്കുകൾക്ക് അനുസരിച്ചുള്ള ബുക്സ് സെലക്ട് ചെയ്തു. ഈ ബുക്ക് ആരെയും സജസ്റ്റ് ചെയ്താണോ അതല്ല നീ എന്നെ റെഫർ ചെയ്ത് ഇതാണ് നല്ലത് എന്ന് തോന്നി? എനിക്ക് തോന്നി ഞാൻ ഏതെങ്കിലും DC പാണ്ഡെ എന്ത് അടിസ്ഥാനത്തിലാണ് പോയിട്ട് എടുത്ത്? അത് കുട്ടികളൊക്കെ ചെയ്യണ് കാണുമ്പോ ആര് ജയിലുള്ള കുട്ടികളോ അതോ അല്ലാത്തവരും? ഓക്കെ, DC പാണ്ഡെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, DC പാണ്ഡെ ആക്ച്വലി വളരെ നല്ലൊരു ബുക്കാണ്. ഫിസിക്സിന്റെ കാര്യത്തിൽ കുറച്ചൊരു ലെവല് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കല്ല. ഓക്കെ, അപ്പോൾ വളരെ നല്ല ബുക്കാണ്. ആക്ച്വലി നമ്മൾ ജയിക്കൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ്. നീറ്റിലുള്ള സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു പേടിയാണ്, കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറച്ചൊരു ലെവൽ കൂടുതലായി പോകും. ഓക്കെ, പിന്നെ എക്സാം ഹോളിൽ സമയം കഴിഞ്ഞിരുന്ന? കൃത്യമായിരുന്നു. എങ്ങനെ 2 റൗണ്ട് 3 റൗണ്ട്? ലാസ്റ്റ് വെച്ചത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസേ ബാക്കിയുള്ളൂ, അത് ചെയ്ത് തീർക്കാൻ മാത്രമേ ഉള്ളൂ ടൈം. ഓക്കെ, അല്ലാതെ എക്സ്ട്രാ ഇവിടുത്തെ എക്സാമിനൊക്കെ സമയം തികയാറുണ്ടായിരുന്നു? സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവാറുണ്ടായിരുന്നു? ബാക്കിയൊന്നുമില്ല. ഓക്കെ, ഇവിടുത്തെ എക്സാമിലൊക്കെ സ്കോർ എത്ര വരാറുണ്ടായിരുന്നു? എല്ലാത്തിലും 600 എബോവ് വരാറുണ്ട്. പിന്നെ ടോപ്പ് വന്നത് എത്രയാ? ടോപ്പ് വന്നത് 688 തന്നെയാണ്.
6, അതായത് ഇപ്പോൾ പറഞ്ഞ അതേ സ്കോർ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? എക്സാം ഒഴിവാക്കുന്നവര് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പഠിക്കാതെ എക്സാം എഴുതലുണ്ടോ? ഓക്കെ, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എക്സാമുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യാന്നുള്ള, ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള നമ്മുടെ എക്സാം സ്കില്ലിന്, നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ലിനൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അതാണ് ആക്ച്വലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ. നൗ കൂടുതലായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് എന്താണ്? ഞാൻ റിപ്പീറ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് കഴിഞ്ഞ ഫസ്റ്റ് റിപ്പീറ്റ് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറേ ഡിഫറൻസ് ഉണ്ട്. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഹോസ്റ്റൽ ആവട്ടെ, ഫുഡ്, വൃത്തിന്റെ കാര്യം ഒക്കെ യൂണിവേഴ്സലിനെ ബെസ്റ്റ്. വൃത്തിന്റെ കാര്യം ഹോസ്റ്റലിലെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഹോസ്റ്റല് ഇപ്പൊ ഒരു സ്കെഡ്യൂൾ ഇല്ലേ, അതേപോലെ ഒന്നല്ല ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കൃത്യ റൊട്ടീൻ ഉണ്ടാവും, എഫക്റ്റീവ്ലി ഡിസിപ്ലിൻ ഉണ്ടാവും, നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കും ആ രീതിയിൽ. ഉറക്കൊക്കെ എങ്ങനെ? ഉറക്കൊക്കെ സമയം തേഞ്ഞിരുന്നു ഹോസ്റ്റലിലൊക്കെ വന്നിട്ട്? ഉറക്കം വന്നാല് സ്റ്റഡി ഹാളിലൊക്കെ കുറച്ചൊക്കെ ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ആക്കും. മൊത്തത്തിൽ രാത്രി ഉറങ്ങാൻ നിങ്ങൾക്ക് എത്ര സമയം കിട്ടുക? 11 to രാവിലെ 4:30 എണീക്കോ? അതിനൊന്നും പ്രശ്നം ഉണ്ടായില്ല? 5 എണീക്കാം. ഓക്കെ, എന്നുവെച്ചാൽ ഉറക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എൻവിറോൺമെന്റ് ആക്ച്വലി നീറ്റിന് അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നെ പോലത്തെ ഒരാൾക്ക് ഇത് അത്യാവശ്യമാണ്. നിന്നെ പോലെ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഈ ടൈമിൽ പഠിക്കുക, ഈ ടൈമിൽ ഉറങ്ങുക, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇഷ്ടമില്ലപ്പോ മാത്രം പഠിക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് അത്യാവശ്യമാണ്. ഇന്നെപ്പോൾ ചിട്ട വേണം. ഓക്കെ, അതായത് യെസ്, പല സ്റ്റുഡൻസും കൃത്യമായ റൊട്ടീൻ ഫോളോ ചെയ്യാതെ, കൃത്യമായ ഷെഡ്യൂൾ ഇല്ലാതെ, പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാത്ത, എന്നാൽ പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ഷെഡ്യൂളിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഷെഡ്യൂളും ഡിസിപ്ലിനും കീപ്പ് ചെയ്യുക എന്നുള്ളത്, അവരുടെ ഒരു എൻവിറോൺമെന്റ് നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടോ? മോളെ എവിടെ പറഞ്ഞേക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കോഴിക്കോട് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് പുറത്തേക്ക് വിടാൻ ഉദ്ദേശമില്ല. എയിംസിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ താല്പര്യം ഉണ്ടോ? എയിംസ് ഡൽഹി അല്ല ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരുപാട് എയിംസുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോകാൻ ആക്ച്വലി വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഫീസ് റിലേറ്റീവ്ലി കുറവായിരിക്കും, പക്ഷെ ഒറ്റ ഡിഫറൻസ് നമ്മുടെ അടുത്തല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയാനുണ്ടോ? എപ്പിൻ്റെ കൃത്യമായ ഒരു ഇതുണ്ട്, റൂള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗൈഡ് ലൈൻസ് അത് ഫോളോ ചെയ്താൽ എല്ലാ കുട്ടികൾക്കും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം പേർക്കും കിട്ടും. പക്ഷെ പലരും അത് ചെയ്യില്ല എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. സാർ അവസാനമായിട്ട് പറയുന്നത്, സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും നല്ല സ്കോറിലേക്ക് എത്തിച്ചേരാൻ പറ്റും തന്നെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ കമ്മിങ്.